ഹലോ ഗൈസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ജോഗ്രഫിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. നിങ്ങളിതാ ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇത് കണ്ടോ? പലതരം ഭൂരൂപങ്ങളാണല്ലേ ഈ കാണുന്നത്. ഈ ഭൂരൂപങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? യെസ്, ഇതൊക്കെ ഉണ്ടാകുന്നതിന് ബേക്കിൽ ഒരു ജോഗ്രഫി ഉണ്ട്. ആ ജോഗ്രഫിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോഗ്രഫിയിൽ തന്നെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജിയോമോർഫോളജി അല്ലെങ്കിൽ ലാൻഡ് ഫോംസ്, ഭൂരൂപീകരണ പ്രക്രിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ ഭൂരൂപങ്ങളും എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ജിയോമോർഫോളജി എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ജിയോമോർഫോളജി അല്ലെങ്കിൽ ജിയോമോർഫിക് പ്രോസസ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? യെസ്, ഭൂരൂപീകരണ പ്രക്രിയകൾ അല്ലെങ്കിൽ ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഓരോ ഭൂരൂപങ്ങളും ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളെയാണ് നമ്മൾ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഭൂരൂപീകരണ സഹായികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട്, ജിയോമോർഫിക് ഏജൻസ്, ഭൂരൂപീകരണ സഹായികൾ. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഈ ഭൂരൂപീകരണം, അതായത് ഓരോ ഭൂരൂപങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജിയോമോർഫിക് ഏജൻസ് എന്ന് വിളിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒന്ന്, ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ, നമ്മൾ റിവേഴ്സ് ഒക്കെ ഇല്ലേ, റിവേഴ്സ് ഒക്കെ കേട്ടോ. പിന്നെ കാറ്റ്, ഹിമാനികൾ, തിരമാല, ഇവരെയൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ജിയോമോർഫിക് ഏജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു നിരന്തരമായ പ്രവർത്തനങ്ങൾ മൂലമാണ്, നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അപരദന പ്രക്രിയകളും നിക്ഷേപണ പ്രക്രിയകളൊക്കെ ഉണ്ട്. ഈ പ്രോസസ്സുകളിലൂടെയാണ് എന്തുണ്ടാകുന്നത്? നമ്മൾ ഇന്ന് കാണുന്ന ഓരോ ഭൂരൂപങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് അപരദനം, എന്താണ് നിക്ഷേപണം എന്ന് നോക്കിയാലോ. അപരദനം എന്ന് വെച്ചാൽ എന്താ? ഇറോഷണൽ ആക്ടിവിറ്റീസ്. നിക്ഷേപണം എന്ന് വെച്ചാൽ ഡിപ്പോസിഷണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പം എന്താണ് അപരദനം, എന്താണ് ഡിപ്പോസിഷൻ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ജിയോമോർഫോളജി എന്നുള്ള ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ആദ്യം എന്ത് പഠിക്കാം? ആദ്യം നമുക്ക് എന്താണ് അപരദനം എന്ന് നോക്കാം. നമ്മുടെ ജോഗ്രഫിയിൽ നമുക്ക് അപക്ഷയം അല്ലെങ്കിൽ വെതറിങ് എന്നൊരു ഭാഗം പഠിക്കാനുണ്ടല്ലേ. അതായത് വെതറിങ്ങിലൂടെ ഇപ്പോൾ പലതരം വെതറിങ് ഉണ്ട്. കെമിക്കൽ വെതറിങ് ഉണ്ട്, ബയോളജിക്കൽ വെതറിങ് ഉണ്ട്, ഫിസിക്കൽ വെതറിങ് ഉണ്ട്. ഇത്തരത്തിലുള്ള പലതരം വെതറിങ്ങിലൂടെ നമ്മുടെ ശിലകൾ, നമ്മുടെ റോക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൊടിയുന്നുണ്ട് അല്ലേ, പൊടിയുന്നുണ്ട്. ഇങ്ങനെ പൊടിഞ്ഞ റോക്കുകളെ എന്ത് ചെയ്യണം? ഇങ്ങനെ പൊടിഞ്ഞ റോക്കുകളെ നീക്കിക്കൊണ്ട്, ആ ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ട് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ആ ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ട് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപരദനം അല്ലെങ്കിൽ ഇറോഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അതായത് വെതറിങ് പ്രോസസ്സ്, പലതരം വെതറിങ് പ്രോസസ്സുകളിലൂടെ നമ്മുടെ ശിലകളൊക്കെ എന്ത് ചെയ്യും? ഇളകും അല്ലേ, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിയും. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ട് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറോഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഇളക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറോഷൻ എന്ന് വിളിക്കുന്നത്. എന്താ ഇവിടെ ഈ പിക്ചറിൽ കണ്ടോ? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇളകിയ വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നീക്കിക്കൊണ്ട് വരുന്നു. അതുണ്ടല്ലോ, ഏത് രീതിയിൽ വേണമെങ്കിലും നീക്കിക്കൊണ്ട് വരാം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ശിലകളും റോക്കുകളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. അപ്പം മഴ പെയ്തപ്പം ആ മഴയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പൊളിഞ്ഞ വസ്തുക്കളെ അല്ലെങ്കിൽ ആ ഇളകിയ വസ്തുക്കളെ നമ്മൾ നീക്കിയെടുക്കുന്നുണ്ട് അല്ലേ. മഴ ഇങ്ങനെ നീക്കിയെടുക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അത് ഇറോഷനാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അപരദനമാണ് സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ നീക്കിക്കൊണ്ട് വന്ന വസ്തുക്കളെ എന്ത് ചെയ്യണം? വെറുതെ ഇങ്ങനെ നീക്കിക്കൊണ്ട് വന്നാൽ മതിയോ? പോരാ അല്ലേ. ഈ നീക്കിക്കൊണ്ട് വന്ന വസ്തുക്കളെ താഴ്ന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നിരപ്പായ പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണോ അല്ലേ. യെസ്, അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ ഒരു പ്രോസസ്സിനെയാണ് നിക്ഷേപണ പ്രക്രിയകൾ അല്ലെങ്കിൽ ഡിപ്പോസിഷണൽ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കുറച്ച് ജിയോമോർഫിക് ഏജൻസിലെ കാറ്റ്, ഹിമാനികൾ, റണ്ണിങ് വാട്ടർ തുടങ്ങിയ ജിയോമോർഫിക് ഏജൻസ് ഉണ്ടല്ലോ. ഈ ഓരോ ഏജൻസും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇതുപോലെ ഇറോഷനും ഡെപ്പോസിഷനും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റണ്ണിങ് വാട്ടറിനെയാണ്, അല്ലെങ്കിൽ റിവർ, നദീനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നദി എങ്ങനെയാണ് ഈ ഇറോഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഡിപ്പോസിഷൻ നടത്തുന്നതെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു വലിയ ഭാഗമാണ്. ഇപ്പം നദി ഇറോഷണൽ ആക്ടിവിറ്റീസിൽ കൂടിയും ഡിപ്പോസിഷണൽ ആക്ടിവിറ്റീസിൽ കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പുതിയ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നദിയെ
പറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നദി എവിടെ ഉത്ഭവിക്കുന്നത്? ഉയർന്ന സ്ഥലങ്ങളിലാണല്ലേ ഉത്ഭവിക്കുന്നത്. കണ്ടോ, നദി ഉത്ഭവിക്കുന്ന നദിയുടെ ഉത്ഭവ സ്ഥാനത്തിനെ വിളിക്കുന്ന പേരാണ് പ്രഭവസ്ഥാനം. മലയാളത്തിൽ പ്രഭവസ്ഥാനം എന്ന് പറയും, ഇംഗ്ലീഷിൽ റിവർ സോഴ്സ് എന്ന് പറയും. അപ്പോൾ റിവർ സോഴ്സ് എന്ന് വെച്ചാൽ എന്താ? നദി എവിടെയാണോ ഉത്ഭവിക്കുന്നത് ആ സ്ഥാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിവർ സോഴ്സ് അല്ലെങ്കിൽ പ്രഭവ സ്ഥാനം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നദി ഒഴുകി വന്ന് കടലിലോട്ട് ജോയിൻ ചെയ്യും അല്ലേ, കടലിലേക്ക് പതിക്കും. അപ്പൊ കടലിലേക്ക് പതിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ദാ നമ്മുടെ നദി ഇങ്ങനെ ഒഴുകി ദാ ഇവിടെ കടലിലോട്ടേക്ക് പതിക്കാൻ പോവുകയാണ്. സോ ഈ ഒരു ഭാഗത്തിന് റിവർ എൻഡ് ആകുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് നദീമുഖം അല്ലെങ്കിൽ റിവർ മൗത്ത്. അപ്പൊ നിങ്ങൾ റിവർ സോഴ്സ് എന്താണെന്നും റിവർ മൗത്ത് എന്താണെന്നും ആദ്യം അറിഞ്ഞിരിക്കുക. ബേസിക് ആയിട്ട് റിവറിനെ പറ്റി ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ റിവർ സോഴ്സ് എന്താണെന്നും റിവർ മൗത്ത് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലേ. അപ്പൊ ദാ ഈ റിവർ മൗത്തിൽ നിന്നും റിവർ സോഴ്സിലേക്ക് എത്തുന്ന റിവർ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, റിവർ ഒഴുകുന്ന ഈ വേ ഉണ്ടല്ലോ, ഈ വേയിൽ റിവർ എന്ത് ചെയ്യുന്നുണ്ട്? പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ബേസിക്കലി നമ്മുടെ റിവറിന് 3 ഘട്ടങ്ങളാണുള്ളത്: ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ഈ 3 ഘട്ടങ്ങളും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഘട്ടമാണ് ഉപരിഘട്ടം. അതായത് റിവറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടം ഉണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസിനെയാണ് നമ്മൾ ഉപരിഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ ഉപരിഘട്ടത്തില് റിവർ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, യൂത്ത് സ്റ്റേജ് കേട്ടോ. യൂത്ത് സ്റ്റേജ് എന്നും കൂടി വിളിക്കാറുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, യൂത്തിന്റെ പ്രത്യേകത എന്താ? യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്താ? വളരെ എനർജറ്റിക് ആയിരിക്കും അല്ലെ. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ റിവർ വളരെ എനർജറ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ റിവർ വളരെ നല്ല ശക്തിയായിട്ടായിരിക്കും ഒഴുകി വരുന്നത്. ഇവിടെ എന്താണ്? കുത്തനെ എന്ത് ചെയ്യാണ്? റിവർ ഒഴുകുകയാണല്ലേ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? റിവറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. റിവർ ഒരു ചെരിഞ്ഞ സ്ലോപ്പ് അല്ലെ, ഒരു കുത്തനെയുള്ള സ്ലോപ്പിലൂടെ ശക്തിയിൽ എന്ത് ചെയ്യാണ്? ശക്തിയിൽ ഒഴുകി വരികയാണ്. നമ്മുടെ ഉപരിഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ഉപരിഘട്ടത്തിനെ വേറൊരു പേരിൽ വിളിക്കും. എന്താണ്? യൂത്ത് സ്റ്റേജ്. നമ്മുടെ റിവറിന്റെ ഉത്ഭവ പ്രദേശം എവിടെയാണ്? യൂത്ത് സ്റ്റേജിലാണല്ലേ. എന്ന് പറഞ്ഞ പോലെ റിവർ കുത്തനെയുള്ള ചെരുവിലൂടെ ആയിരിക്കും റിവർ എന്ത് ചെയ്യുക? യൂത്ത് സ്റ്റേജിൽ ഒഴുകുക. ഇത് ഓരോന്നും ഓരോ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മൾ അപരദനം എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അപരദനം? പൊട്ടിപ്പൊളിഞ്ഞ ശിലകളെ ഇങ്ങനെ ഇറോഡ് ചെയ്ത് എടുത്തിട്ട് വരുന്നല്ലേ അപരദനം. അതിനെയാണ് അപരദനം എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇവിടെ ശക്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ശക്തിയിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അപരദന പ്രക്രിയ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഒന്ന് ചിന്തിച്ചേ. യെസ്, കൂടുതലായിരിക്കും അല്ലെ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ ഉപരിഘട്ടത്തില് ശക്തമായിട്ടുള്ള അപരദന പ്രക്രിയ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്ന റിവറിന്റെ സ്റ്റേജ് ഏതാണ്? യൂത്ത് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഉപരിഘട്ടമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിക്ഷേപണം എന്തായിരുന്നു? നിക്ഷേപണം എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു തന്നെ, താഴ്ന്ന സ്ഥലത്തോട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇറോഡ് ചെയ്തുകൊണ്ട് വന്ന വസ്തുക്കളെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നു. അതല്ലേ ഡെപ്പോസിഷൻ. അങ്ങനെയാണെങ്കിൽ റിവറിന്റെ ഈ ആദ്യത്തെ സ്റ്റേജിൽ ഡെപ്പോസിഷൻ ഉണ്ടാവുമോ? നിക്ഷേപണ പ്രവർത്തനം ഉണ്ടാവുമോ? ഇല്ല അല്ലെ. യെസ്, ശരിയാണ്. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഈ ഒരു റിവറിന്റെ ഈ ആദ്യത്തെ സ്റ്റേജിൽ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ചിന്തിക്കാലോ. വെള്ളച്ചാട്ടമൊക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക? റിവർ ഇങ്ങനെ ഒഴുകി വരുന്ന ഈ സ്റ്റേജിലായിരിക്കോ അതോ താഴെ ആയിരിക്കോ വെള്ളച്ചാട്ടം ഉണ്ടാവുക? നമുക്കറിയാം, കോമൺ സെൻസിൽ ചിന്തിക്കാം. വെള്ളച്ചാട്ടം അതുപോലെ തന്നെ താഴ്വരകൾ ഇവയുടെയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? റിവറിന്റെ യൂത്ത് സ്റ്റേജിലാണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? റിവറിന്റെ ഉപരിഘട്ടവുമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചോളൂ. അപ്പം റിവർ യൂത്ത് സ്റ്റേജിലാണ്. എന്നിട്ട് റിവർ എന്ത് ചെയ്തു? ഒഴുകി വന്നു. റിവർ ഇപ്പം മധ്യഘട്ടത്തിലോട്ട് എത്തി. റിവറിന്റെ സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ മെച്യൂർ ഫേസ് അല്ലെങ്കിൽ മധ്യഘട്ടം എന്നൊക്കെ പറയും. ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ റിവറിന്റെ സ്പീഡ് കുറയുമോ കൂടുമോ? റിവറിന്റെ സ്പീഡ് കുറയും. അപ്പൊ റിവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അടിവാരത്ത് കൂടി ഒഴുകാൻ വേണ്ടി തുടങ്ങി. ഇനി നിങ്ങൾ പറഞ്ഞേ, ഇവിടെ അപരദന പ്രക്രിയ ഉണ്ടാവോ നിക്ഷേപണ പ്രക്രിയ ഉണ്ടാവോ? ഏതായിരിക്കും ഉണ്ടാവുക? ഇറോഷൻ ആണോ ഡെപ്പോസിഷൻ ആണോ? ഏതായിരിക്കും ഉണ്ടാവുക? ഇവിടെ ഇറോഷണൽ ആക്ടിവിറ്റീസും ഉണ്ടാകും, അതുപോലെ തന്നെ ഡിപ്പോസിഷണൽ ആക്ടിവിറ്റീസും ഉണ്ടാവുമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഈ ഒരു മെച്യൂർ സ്റ്റേജിൽ എന്തായിരിക്കും?
അത് സജീവമായിരിക്കും. ഇനി ഇവിടെ വേറൊരു ഫീച്ചർ ഉണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ റിവേഴ്സിനെ എങ്ങനെ വരയ്ക്കുക? നമ്മളോടൊരു നദി വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉടനെ ഇങ്ങനെ ഒരു ഷേപ്പിനല്ലേ വരയ്ക്കുക അല്ലേ? ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നദികളെയാണ് നമ്മൾ എല്ലാവരും വരയ്ക്കാറുള്ളത് അല്ലേ? അപ്പം എന്താണ് ഇങ്ങനെ ഈ വളയുന്ന, അതായത് നിങ്ങൾ മിയാണ്ടേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നദികൾ എന്ത് ചെയ്യും? ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, നേരെ ഒഴുകുന്ന നദികൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞൊഴുകാൻ തുടങ്ങും. ആ നദി അങ്ങനെ വളഞ്ഞൊഴുകുന്നതിന്, ആ ഒരു വളയില്ലേ, ആ വളയുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മിയാണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മിയാണ്ടറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം നദികളിൽ മിയാണ്ടേഴ്സ് ഫോം ചെയ്യുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ യൂത്ത് സ്റ്റേജിൽ മിയാണ്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല. നദികളുടെ നമ്മുടെ മധ്യ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ മെച്യൂർ സ്റ്റേജിലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? നദികളുടെ മിയാണ്ടേഴ്സ് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലും റിവേഴ്സ് ഒക്കെ കാണാൻ പോകുമ്പം അല്ലെങ്കിൽ പിക്ചറൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വളഞ്ഞൊഴുകുന്ന നദികളെ കാണാറുണ്ടല്ലേ? അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ, നമ്മൾ ആ വളയുന്ന ഭാഗം കാണുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, ഇത് റിവറിൻ്റെ ഏത് സ്റ്റേജാണ്? ഇത് റിവറിൻ്റെ മെച്യൂർ സ്റ്റേജാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, മിയാണ്ടേഴ്സ് മാത്രമല്ല, അവിടെ വേറൊരാളെയും കൂടി കാണുന്നുണ്ട്. അതാണ് ഓക്സ്ബോ തടാകങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ഓക്സ്ബോ ലേക്കുകൾ അല്ലെങ്കിൽ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നദി ഇങ്ങനെ ഒഴുകും. നമ്മൾ നദികളൊക്കെ കാണുമ്പോൾ, പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ നദികൾ ഇങ്ങനെ ഒഴുകുന്നു. ഈ നദികളോട് കുറച്ച് വിട്ടിട്ടായി ഇങ്ങനെ ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ഒരു നദി ഒഴുകുന്നു, ആ നദിയോട് കുറച്ച് വിട്ടിട്ടായി ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പിൽ കിടക്കുന്ന കുറച്ച് വെള്ളം, കുറച്ച് തടാകം പോലെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അതിനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ അല്ലെങ്കിൽ ഓക്സ്ബോ ലേക്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിയാണ്ടേഴ്സ് ഫോം ചെയ്യുന്നതും നമ്മുടെ ഓക്സ്ബോ ലേക്ക് ഫോം ചെയ്യുന്നതും എവിടെയാ? റിവറിന്റെ മെച്യൂർ സ്റ്റേജിലാണ് അല്ലെങ്കിൽ റിവറിന്റെ മധ്യഘട്ടത്തിലാണ്. ഓക്കെ, ഇനി നമ്മുടെ റിവർ ഇങ്ങനെ ഒഴുകി റിവറിന് വയസ്സായി. നമ്മുടെ റിവർ യൂത്ത് സ്റ്റേജിൽ നിന്നും നമ്മുടെ റിവർ ഇപ്പം എങ്ങോട്ട് എത്താൻ പോവുക? നമ്മുടെ റിവർ കടലിനോട്ട് ചേരാൻ പോവുകയാണ്. നമ്മുടെ റിവർ ഓൾഡ് ഫേസിലേക്ക് റിവർ എത്തി. അപ്പം ഇതാണ് റിവറിന്റെ ഓൾഡ് ഫേസ്. ഈ ഒരു ഫേസിലേക്ക് എത്തുമ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് മലയാളത്തിൽ നമ്മൾ കീഴ്ഘട്ടം എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചേ, കീഴ്ഘട്ടത്തിലേക്ക് എത്തുമ്പം റിവറിന്റെ സ്പീഡ് കുറയുമോ കൂടുമോ? പറഞ്ഞേ, കുറയുമോ കൂടുമോ? റിവറിന്റെ സ്പീഡ് കുറഞ്ഞു വരും അല്ലെ? ഇവിടെ നിന്ന് ശക്തിയിൽ ഒഴുകിയ റിവർ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും റിവറിന്റെ സ്പീഡ് കുറഞ്ഞു വരും. യെസ്, അപ്പൊ റിവറിന് വയസ്സാകുമ്പോൾ എനർജി കുറയും അല്ലേ? അതുപോലെ റിവറിനും എന്തായി? എനർജി കുറഞ്ഞു. അപ്പൊ മുകളിൽ നിന്നും റിവർ വലിച്ചുകൊണ്ട് വന്ന കല്ലുകളും മണ്ണുകളും ചരലുകളൊക്കെ ഇല്ലേ, അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് മുകളിൽ നിന്ന് റിവർ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിന്റെ ഒപ്പം ഒരുപാട് കല്ലും മണ്ണും ചരലൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അതൊക്കെ റിവർ എന്ത് ചെയ്യും? അതൊക്കെ റിവർ ഇവിടെ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, റിവറിന്റെ ഏത് സ്റ്റേജിലായിരിക്കും നിക്ഷേപണ പ്രക്രിയ കൂടുതൽ ഉണ്ടാവുന്നത്? ഏത് സ്റ്റേജിലായിരിക്കും? നമ്മുടെ ഈ ഒരു ഓൾഡ് സ്റ്റേജിലായിരിക്കും അല്ലേ? യെസ്, ഈ ഒരു കീഴ്ഘട്ടത്തിലായിരിക്കും ഡിപ്പോസിഷൻ അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപണം കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? നിക്ഷേപണ പ്രവർത്തനങ്ങൾ സജീവമാണ്. അപ്പോൾ ഓൾഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ റിവർ സമതലങ്ങളിലൂടെ ആയിരിക്കും ഒഴുകുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിക്ഷേപണത്തിന്റെ ഫലമായിട്ട് റിവേഴ്സ് പല ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഡെൽറ്റാസ്. സുന്ദർബാൻ ഡെൽറ്റ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏത് നദിയാ സുന്ദർബാൻ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്? ഏത് നദിയാ? യെസ്, ഗംഗാ നദിയാണല്ലേ? അപ്പൊ സുന്ദർബാൻ ഡെൽറ്റ, അതുപോലെ തന്നെ ഫ്ലഡ് പ്ലെയിൻസ്, പ്രളയ സമതലങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നദികള് നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള റിവറിന്റെ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മുടെ യൂത്ത് സ്റ്റേജിൽ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. യൂത്ത് സ്റ്റേജിലാണ് താഴ്വരകൾ ഉണ്ടാകുന്നതെന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചോളുക. അതുപോലെ തന്നെ ഇവിടെ ട്രിബ്യൂട്ടറീസ് ഒക്കെ കൂടുതൽ കാണപ്പെടുന്നത് എവിടെയായിരിക്കും? മധ്യഘട്ടത്തിലായിരിക്കും. അപ്പൊ ഈ 2 പോയിന്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് റിവറുമായി ബന്ധപ്പെട്ട റിവറിന്റെ സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ അല്ലെ, റിവറിന്റെ ഈ 3 സ്റ്റേജസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം, നമ്മളിപ്പോൾ പഠിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ യൂത്ത്ഫുൾ സ്റ്റേജ് ഓഫ് എ റിവർ ഈസ് കറക്റ്റ്?
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ കീവേഡ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക. എല്ലാ ചോദ്യവും കറക്റ്റ് ആയിരിക്കില്ല ചോദിക്കുക, ചിലപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഓപ്ഷൻസ് നോക്കിയേ. ദ റിവർ ഹാസ് എ വൈഡ് വാലി ആൻഡ് മിയാൻഡേഴ്സും അതുപോലെ തന്നെ വൈഡ് വാലി ഒക്കെ കാണുന്നത് യൂത്ത് സ്റ്റേജിലാണോ? മിയാൻഡേഴ്സ് എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. മിയാൻഡേഴ്സ് എവിടെയായിരുന്നു കാണുന്നത്? യൂത്ത് സ്റ്റേജിലല്ല അല്ലേ? യൂത്ത് സ്റ്റേജിലല്ല, മെച്യൂർ സ്റ്റേജിലാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത നോക്കിയേ. ദ റിവർ ഫോംസ് ഓക്സ്ബോ ലേക്ക് ആൻഡ് ഡെൽറ്റാസ്. ഈ ഓക്സ്ബോ ലേക്ക് എവിടെയായിരുന്നു കാണുന്നത്? നമ്മൾ മിയാൻഡേഴ്സ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഓക്സ്ബോ ലേക്കിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഓക്സ്ബോ ലേക്ക് കാണുന്നത് എവിടെയായിരുന്നു? മെച്യൂർ സ്റ്റേജിലാണ്. ഡെൽറ്റാസ് എവിടെയാണ് കാണുന്നത്? ഡെൽറ്റാസ് ഞാൻ സുന്ദർബാൻ ഡെൽറ്റയുടെ കാര്യമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നല്ലേ. ഡെൽറ്റാസ് എവിടെയാണ് കാണുന്നത്? ഡെൽറ്റാസ് ഓൾഡ് സ്റ്റേജിലും ഓക്സ്ബോ ലേക്ക് മെച്യൂർ സ്റ്റേജിലുമാണ് കാണുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ഏത് സ്റ്റേജാ? യൂത്ത് സ്റ്റേജ് ആണല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ദ റിവർ ഹാസ് എ സ്റ്റീപ്പ് സ്ലോപ്പ് ആൻഡ് ഹൈ എനർജി. എപ്പോഴും ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ളത് എപ്പോഴാ? യൂത്ത് സ്റ്റേജിലായിരിക്കും. അപ്പം നോക്കിക്കേ, ഇതല്ലേ ആൻസർ? ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. റിവർ ഏത് സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പിൽ കുത്തനുള്ള ചെരുവിലൂടെയാണ് ഒഴുകുന്നത്, അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിരിക്കും. അപ്പം നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയില്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിക്കേ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കീവേഡ് ഐഡന്റിഫൈ ചെയ്തു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ മെച്യൂർ സ്റ്റേജ് ഓഫ് എ റിവർ. റിവറിന്റെ മെച്യൂർ സ്റ്റേജ്, അതായത് മധ്യഘട്ടത്തെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. വെർട്ടിക്കൽ ഇറോഷൻ ഈസ് ഡോമിനന്റ്. അവിടെ വെർട്ടിക്കൽ ഇറോഷൻ ഈസ് ഡോമിനന്റ് എന്നാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ദ റിവർ ഫ്ലോസ് സ്ലോലി ത്രൂ ഫ്ലാറ്റ് ലാൻഡ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ റിവർ ഷോസ് വെൽ ഡെവലപ്ഡ് മിയാൻഡേഴ്സ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ദ റിവർ ബിഗിൻസ് ഫോമിങ് വാട്ടർഫോൾസ്. വാട്ടർഫോൾസ് എവിടെയാണ് റിവർ ഫോം ചെയ്യുന്നത്? ഏത് സ്റ്റേജിലാണ് വാട്ടർഫോൾസ് ഫോം ചെയ്യുന്നത്? യൂത്ത് സ്റ്റേജിലാണ് അല്ലേ. അപ്പൊ ഇതെന്തായാലും തെറ്റാണ്. പിന്നെ നമ്മൾ മിയാൻഡേഴ്സ്, ഇവിടെ വെൽ ഡെവലപ്ഡ് മിയാൻഡേഴ്സ് ഉണ്ട്. മിയാൻഡേഴ്സിനെ പറ്റി നമ്മൾ എപ്പോഴാണ് പഠിച്ചത്? മിയാൻഡേഴ്സിനെ പറ്റി നമ്മൾ ഏത് സ്റ്റേജിലാണ് പഠിച്ചത്? മെച്യൂർ സ്റ്റേജിലാണ്. മെച്യൂർ സ്റ്റേജിലാണ് നമ്മൾ മിയാൻഡേഴ്സിനെ പറ്റി പഠിച്ചത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി. ദ റിവർ ഷോസ് വെൽ ഡെവലപ്ഡ് മിയാൻഡേഴ്സ്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 പോയാലോ? ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? ട്രൂ ആണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ട്രൂ അബൌട്ട് ദ ഓൾഡ് സ്റ്റേജ്. റിവറിന്റെ ഓൾഡ് സ്റ്റേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ. ഇറ്റ് ഹാസ് സ്റ്റീപ്പ് വാലീസ് ആൻഡ് വി ഷേപ്ഡ് ചാനൽസ്. നമ്മൾ വാലീസ് അല്ലെ, താഴ്വരകൾ ഒക്കെ ഏത് സ്റ്റേജിൽ ക്രിയേറ്റ് ആകുമെന്നാണ് പഠിച്ചേക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, താഴ്വരകൾ എവിടെയാണ് ക്രിയേറ്റ് ആകുന്നത്? റിവറിന്റെ ആദ്യത്തെ സ്റ്റേജ് യൂത്ത് സ്റ്റേജിലാണ്. അപ്പൊ ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. അടുത്ത് നോക്കിയേ. ഇറ്റ് ഫോംസ് ഫ്ലഡ് പ്ലെയിൻസ് ഡെൽറ്റാസ് ആൻഡ് ഓക്സ്ബോ ലേക്ക്. ശരിയാണോ? ഓൾഡ് സ്റ്റേജിൽ ഫ്ലഡ് പ്ലെയിൻസ് ക്രിയേറ്റ് ആകുന്നുണ്ട് അല്ലേ, ഡെൽറ്റാസ് ഒക്കെ ക്രിയേറ്റ് ആകുന്നുണ്ട്. അടുത്ത് നോക്കിക്കേ. ദ റിവർ കട്ട്സ് ത്രൂ ഹാർഡ് റോക്ക് റാപ്പിഡ്ലി. നോക്കാം, നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ് എന്താകും? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ റിവർ കട്ട്സ് ത്രൂ ഹാർഡ് റോക്ക് റാപ്പിഡ്ലി. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ലല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അടുത്ത് നോക്കിക്കേ. ഇറ്റ് ഇറോഡ്സ് മോർ ദാൻ ഇറ്റ് ഡെപ്പോസിറ്റ്സ്. ഇത് നോക്കിക്കേ. നമ്മൾ ഓൾഡ് സ്റ്റേജിൽ നമ്മുടെ റിവേഴ്സ് ഇറോഷൻ ആണോ കൂടുതൽ, ഡെപ്പോസിഷൻ ആണോ കൂടുതൽ? നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിഷനെക്കാളും കൂടുതൽ ഇറോഷൻ ആണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ? തെറ്റാണല്ലേ ഇത് തെറ്റാണ്. കാരണം ഓൾഡ് സ്റ്റേജിലേക്ക് വരുമ്പം ഡെപ്പോസിഷൻ അല്ലേ കൂടുതൽ, ഇറോഷൻ അല്ല. ഓൾഡ് സ്റ്റേജിലോട്ട് വരുമ്പോഴല്ലേ റിവർ മുകളിൽ നിന്ന് വലിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളെല്ലാം താഴെ കൊണ്ടിടുന്നത് ഏറ്റവും താഴത്തെ സ്റ്റേജിലല്ലേ, ഏറ്റവും അതായത് റിവർ എൻഡ് ചെയ്യുമ്പോഴല്ലേ. യെസ്, അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം നമ്മൾ ആൻസറിലേക്ക് പോയി. എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലഡ് പ്ലെയിൻസും ഡെൽറ്റാസും ഓൾഡ് സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ രീതിയിലൊക്കെ ഓക്സ്ബോ ലേക്സും ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ റിവർ ഇൻ ഇറ്റ്സ് യൂത്ത് സ്റ്റേജ്? അതായത് യൂത്ത് സ്റ്റേജിലുള്ള റിവറിന്റെ ഫീച്ചർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ യൂത്ത് സ്റ്റേജിലുള്ള റിവറിന്റെ ഫീച്ചർ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. ലാറ്ററൽ ഇറോഷൻ ഡോമിനേറ്റ്സ്. അടുത്ത് നോക്കിക്കേ. ദ ഫോർമേഷൻ ഓഫ് നാച്ചുറൽ ലെവീസ്. ഓപ്ഷൻ സി റാപ്പിഡ്സ് ആൻഡ് വാട്ടർഫോൾസ് ആർ കോമൺ.
ഓപ്ഷൻ ഡി മിയാൻഡേഴ്സ് ആർ പ്രോമിനന്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഈ നാച്ചുറൽ നെവീസ് എന്താ, അല്ലെങ്കിൽ എന്താണ് ലാറ്ററൽ ഇറോഷൻ എന്താന്നൊക്കെ അറിയില്ലാത്തവർക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ സി വായിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓപ്ഷൻ സിയിലോട്ട് മറ്റേത് മൂന്നും അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻ സി വായിക്കുമ്പോൾ നമുക്ക് കോമൺ സെൻസിൽ കിട്ടും. എന്തായാലും വാട്ടർഫോൾസ് എവിടെയാണ് ക്രിയേറ്റ് ആവുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്? യൂത്ത് സ്റ്റേജിലാണല്ലേ. അപ്പോൾ ഈ ഒരു വാട്ടർഫോൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൻസറിലേക്ക് എത്താം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. റാപ്പിഡ്സ് ആൻഡ് വാട്ടർഫോൾസ് ആർ കോമൺ എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ റിവേഴ്സ് സ്റ്റേജസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കീവേഡ് കണ്ടുപിടിക്കണം അല്ലേ? നോക്കിക്കേ, കീവേഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കിക്കോളൂ. യൂത്ത്ഫുൾ റിവേഴ്സ് ഹാവ് എ ഹൈ ഗ്രേഡിയന്റ്. ഓപ്ഷൻ ബി മെച്യൂർ റിവേഴ്സ് ഡെവലപ്പ് ഫ്ലഡ് പ്ലെയിൻസ്. ഓപ്ഷൻ സി ഓൾ റിവേഴ്സ് ടിപ്പിക്കലി ഫോം വാട്ടർഫോൾസ്. ഓപ്ഷൻ ഡി ഓൾ റിവേഴ്സ് ഹാവ് എ ലോ ഗ്രേഡിയന്റ് ആൻഡ് ഡെപ്പോസിറ്റ് സെഡിമെന്റ്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം റിവറിന്റെ പലതരം സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണല്ലേ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഈ ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. നിങ്ങളൊന്ന് ശരിക്കും നോക്കിക്കേ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും വെറുതെ ടോപ്പിക്ക് പഠിച്ചങ്ങ് പോകുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഒരു യൂസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഒരു ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 ടെസ്റ്റുകളായിരിക്കും നമുക്ക് ഈ ടെസ്റ്റ് സീരീസിലൂടെ കിട്ടുക. നമ്മൾ കമ്മിങ് സൂൺ അല്ലേ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഈ ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്